അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സാവിത്രി ബാർ ഹോട്ടലിലാണ് പിന്നീട് ഇവര് താമസിക്കുന്നത്. അവിടെയും വെളുപ്പിനെ 4 മണി 5 മണി ആയ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് അവിടെ വരികയും ഇതേ ID പ്രൂഫ് ചോദിക്കുകയും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയും. ഇതേ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെ കുറിച്ച് കുറേ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ, ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെക്കുറിച്ച് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോൾ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അങ്ങനെ ലക്ഷ്മിപ്രിയയുടെ രണ്ടാമത്തെ പാർട്ട് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. യാതൊരു ഉളുപ്പും നാണവും ഇല്ലാതെ വന്നിരുന്നിട്ട് ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ ഒരു സ്ത്രീ വിളിച്ചു കൂവുകയാണ്. നമ്മുടെ നിയമത്തിന് ഈ ഒരു വിഷയത്തിലൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലേ? അതായത് ഒരാളെ പറ്റിയിട്ട് എന്ത് ആരോപണം വേണമെങ്കിലും വിളിച്ച് പറയാൻ പറ്റുമോ സോഷ്യൽ മീഡിയ വഴി? എനിക്കറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക. കാര്യം അത്രയ്ക്ക് മോശക്കാരി എന്നുള്ള രീതിയിലാണ് ഇവർ ആ ഒരു പെൺകുട്ടി ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് അൻസിബ എവിടെയും വന്ന് ലക്ഷ്മിപ്രിയയുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ലക്ഷ്മിപ്രിയയുടെ ഒരു 20 ലക്ഷത്തിൻ്റെ ഒരു കേസുണ്ടല്ലോ, ആ വിഷയത്തിൽ പോലും അൻസിബ എവിടെയും വന്ന് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇവരെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാക്കിന് ലൈസൻസ് ഇല്ലെന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിവാസവും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. സത്യത്തിൽ ലക്ഷ്മിപ്രിയ മദ്യപിക്കാറുണ്ടോ? ചിരിയൊക്കെ കണ്ടില്ലേ? മദ്യപാനം എന്ന് പറയുന്നൊരു സാധനം ജീവിതത്തിൽ കേട്ടിട്ടേ ഇല്ല. ഇന്നലെ കണ്ട ആരുടെ വീഡിയോ കണ്ടതിനകത്ത് ഏതോ ബാറിൻ്റെ എങ്ങാണ്ട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയ ഇവിടെ ചെന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കിടന്ന് പറയുന്നത്. ഈ പൊട്ടിച്ചിരിയൊക്കെ ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ, പണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ആൾക്കാർ കുത്തിപ്പൊക്കി വെളിയിലിടും. ഈ പറയുന്നവരൊക്കെ ഒരു തെളിവ് കൊണ്ടുവരട്ടെ, ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. പക്ഷേ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അൻസിബ എന്തിനാണ് ബാക്കിയുള്ള ആൾക്കാരെയും കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കേണ്ട ആവശ്യം? അൻസിബ ഇതുവരെയും ഒരു യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പോലും പോയി പേഴ്സണലി താങ്ക്സ് പറയുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. എല്ലാ യൂട്യൂബേഴ്സും എന്തിനാണ് അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നത്? അൻസിബയുടെ ഭാഗത്ത് ന്യായം ഉണ്ടായതിൻ്റെ പേരില്ല. അതായത് ഇവർ വിചാരിക്കുന്നത് പോലെ ഇവരെ തകർക്കാൻ വേണ്ടി അൻസിബ ഗൂഢാലോചന ചെയ്യുന്ന കണക്കൊന്നും അല്ല. നിങ്ങൾ ആദ്യം നേരെ നന്നാവാൻ നോക്ക്. എന്തായാലും വെള്ളവടിയെ പറ്റിയിട്ട് ബാക്കിയുടെ കേൾക്കാം. അതിന്റെ ബില്ലും ആ സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം എന്റെ ഈ ഫോണിലുണ്ട്. മറ്റേ ശങ്കരാടി ചോദിക്കുമ്പം കൈമലർത്തുന്ന പോലെ അല്ല. സെപ്റ്റംബർ 13 ബ്ലൻഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാറിൽ ഈ പറയുന്ന അൻസിബ ഹസൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നോൺ വെജ് കഴിക്കില്ല, അരിഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കാതിരിക്കണം. സർവോപരി അന്ന് എനിക്ക് പനി പിടിച്ചിട്ടിരിക്കുന്ന ഒരു സമയം. ആ കുട്ടിയോട് വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവര് ഭക്ഷണം കഴിച്ചതിന്റെയും അവര് കഴിച്ചതിന്റെയും ബില്ല് ഞാനാണ് പേ ചെയ്തത്. ഭക്ഷണം കഴിക്കുകയല്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രമാണെങ്കിൽ ഈ നിരപരാധിയായ എന്നെ അവിടെ കൊണ്ടുപോയത് എന്ത് കാര്യത്തിനാണ്? ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത എന്നെ എന്തിനാണ് അവിടെ കൊണ്ടുപോയത്? എന്തിനാണ്? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒരാൾ മദ്യവെക്കുക എന്ന് പറയണത് ഇത്രയും വലിയൊരു അപരാധമാണോ? ഇന്നത്തെ കാലത്ത് മദ്യവെക്കാത്തവരായിട്ട് വളരെ ചുരുക്കം കുറച്ച് ആൾക്കാരേ ഉള്ളൂ അല്ലേ? നമ്മുടെ സർക്കാർ അനുവദിച്ച സാധനം കുടിക്കുന്നതിനകത്ത് എന്തുകൂടെ ഇത്രയും വലിയ തെറ്റ്? ലക്ഷ്മിപ്രിയയുടെ കണ്ണിൽ എന്തോ മാരകമായ ലഹരി വസ്തു അൻസിബ യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്ത്രീ വന്ന് സംസാരിക്കുന്നത്. ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ജയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം ഇവർക്ക് വന്ന് പബ്ലിക്കായിട്ട് നാണം കെട്ട്. ഇനിയിപ്പം ആ ഒരു പെൺകുട്ടിയെ മാക്സിമം അങ്ങ് നാണം കെടുത്താം, മാക്സിമം അങ്ങ് അപമാനിക്കാം, വായിത്തോന്ന് എന്തും അങ്ങ് വിളിച്ച് പറയാൻ എന്ന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് കേസ് വന്നാൽ ഇവർക്കൊരു പ്രശ്നമല്ല. ഇവർ കരുതി കൂട്ടി ചെയ്യുന്നൊരു പരിപാടിയായത്. ഒരുപാട് സിനിമകളുണ്ട്. കഥ തുടർന്നുവാണെങ്കിലും ഭാഗ്യദേവതയാണെങ്കിലും ഇതിനപ്പുറമാണെങ്കിലും മോളി ആൻഡി റോക്സ് ആണെങ്കിലും ഒക്കെ ഞാൻ ഗംഭീരമായിട്ട് അഭിനയിച്ച ചിത്രങ്ങളാണ്. പക്ഷേ എന്നാൽ പോലും എന്താ പറയാ, നമ്മളെ പോലുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ വളരെ വിഷമമാണ്. ആ ഒരൊറ്റ ദിവസം ജനറൽ ബോഡിയിൽ ആരെങ്കിലും ഒക്കെ കയറി നിന്ന് പറയും നമ്മൾ സഹോദരങ്ങളാണ്, സഹപ്രവർത്തകരാണെന്നൊക്കെ. ഈ സഹോദരനെയോ സഹപ്രവർത്തകനെയോ ഒന്ന് കണ്ടാൽ അദ്ദേഹം ഒന്ന് മിണ്ടുക പോലും നമ്മളെടുത്ത് ചെയ്യില്ല. ഇതിപ്പോൾ ബാക്കിയുള്ളവരുടെ കൂടെ പെടലേക്കായിട്ടുണ്ട്. ഒരു മഹാനടൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇതിനകത്തോട്ട് വലിച്ചിടുന്നുണ്ട്. മോഹൻലാലാണോ ആ മഹാനടൻ എന്നുള്ള രീതിയിൽ അറിയത്തില്ല. കുറേ പേരുടെ കമൻസ് അങ്ങനെ കണ്ടു, കുറേ പേരുടെ വീഡിയോസും കണ്ടു. പക്ഷേ അവരുടെ സംസാരം കേൾക്കുമ്പോൾ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഇവരിപ്പോൾ അനാവശ്യമായിട്ട് അവരെ പോലെയുള്ള ആൾക്കാരെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ്.
ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കരുത്. കാര്യം നാക്കെടുത്ത കള്ളം മാത്രമേ പറയത്തുള്ളൂ എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. കാര്യം 20 ലക്ഷം രൂപയുടെ ഒരു കേസ് ഇവർ തട്ടിച്ചൊരു വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിൽ പോലും അയ്യോ ഞാൻ അറിയത്തേ ഇല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചത്. പഠിച്ച കള്ളിയാണ് ഇവർ. മനസ്സിലായോ? എന്റെ അനുഭവം അല്ല, ഒരുപാട് പേർക്ക് എന്റെ അനുഭവം മാത്രമേ, എനിക്ക് അത് തന്നെയാണ് അനുഭവം. എന്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രമുഖ നടന്റെ അടുത്ത്, അതാണ് എന്റെ മൂന്ന് വലിയ മനുഷ്യർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം പോലും അതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്? സമൂഹത്തിൽ പേരും പ്രശസ്തിയും അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് വെച്ചിട്ടാണോ മനുഷ്യനെ വലിയവനാക്കുന്നത്? മനുഷ്യനെ വലിയവനാക്കുന്ന ഘടകം എന്താണ് എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഒരു പുസ്തകത്തിന്റെ കണ്ടന്റ് പോലും എനിക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെ ഉള്ളവരൊക്കെ നമ്മളോട് യാതൊരു ഇതുമില്ലാത്ത ഓരോ നടന്മാർ, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. ഓരോരുത്തർക്ക് തോന്നിയാൽ മാത്രമല്ല ഓരോന്ന് ചെയ്യാൻ പറ്റൂ. പുസ്തകത്തിൻ്റെ കാര്യമായി ബന്ധപ്പെട്ട് പ്രമുഖ നടന് പേഴ്സണലി മെസ്സേജ് അയച്ച സമയത്ത് നടൻ നാട്ടിലില്ല എന്നുള്ള രീതിയിൽ പ്രതികരിച്ചതിൻ്റെ ഒരു എന്താ പറയണ്ട, അതിൻ്റെ ഒരു വൈരാഗ്യം തീർക്കുമാണ് ഇവർ. നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ അടിമയാണോ ബാക്കിയുള്ള ആൾക്കാർ? നിങ്ങളുടെ സ്വഭാവം കണ്ടാണോ ഓരോരുത്തർ ഒഴിഞ്ഞു മാറുന്നത്? നിങ്ങൾ ഓരോ മനുഷ്യരെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്താ? ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ആ ഒരു മനുഷ്യനെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും. അത് വ്യക്തമായിട്ട് മേ ബി ആ മോഹൻലാൽ അല്ലെങ്കിൽ ഇപ്പം വേറെ ഏത് നടനും ആയിക്കോട്ടെ, അവർക്കത് മനസ്സിലായതിൻ്റെ പേരിലായിരിക്കാം അവർ നൈസായിട്ട് ഒഴിഞ്ഞു മാറിയത്. ഇവർ പറഞ്ഞ് ഇതൊരു വേറൊരു ആംഗിളിലോട്ട് കൊണ്ടുപോവാണ്. ഇവരുടെ ചുറ്റിനും കുറച്ച് ആൾക്കാരുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം നിൽക്കുന്നത്. അതായത് ലക്ഷ്മിപ്രിയയെ മുന്നിൽ നിർത്തി കളിക്കുവാണ്. എന്ത് പ്രശ്നം വന്നാലും വിഷയമല്ല, കേസിൽ നിന്നായിക്കോട്ടെ വേറെ എന്തെങ്കിലും നിന്നായിക്കോട്ടെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താമെന്നൊക്കെ മേ ബി ഓഫർ കാണുമായിരിക്കാം. പക്ഷേ അൻസിബെ എങ്ങനെയെങ്കിലും സമൂഹത്തിന് മുന്നിൽ നശിപ്പിക്കണം. അതാണ് മെയിൻ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു വലിയ നടൻ, മഹാനടൻ, ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. ആ മെസ്സേജൊക്കെ എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ലക്ഷ്മിപ്രിയയുടെ പുസ്തക പ്രകാശനത്തിനും ലക്ഷ്മിപ്രിയയുടെ പുസ്തകത്തിന് അവതാരിക എഴുതാനും ലക്ഷ്മിപ്രിയയുടെ നാടകം കാണാനും ഒക്കെ വരുന്ന വിധത്തിൽ ലക്ഷ്മിപ്രിയ ഇനിയും വളരട്ടെ. അപ്പൊ അദ്ദേഹം ഐ എം നോട്ട് ഇൻ ടൗൺ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് മനസ്സിൽ ഇത്രയും വിഷം സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെയൊക്കെ ആ ഒരു കാര്യത്തിന്, അതായത് ആ ഒരു പുസ്തകത്തിൻ്റെ കാര്യം ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാലോ ഇനിയിപ്പോൾ ഈ പറയുന്ന വേറെ ഏത് പ്രമുഖ നടനോ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് നിങ്ങൾ ചിന്തിക്കുക. അതായത് നിങ്ങൾ സ്നേഹത്തോടെ കൂടിയിട്ട് നിങ്ങൾ ആ ഒരു മനുഷ്യനെ നിങ്ങൾ വിളിച്ച സമയത്ത് പുള്ളി പറഞ്ഞത് എന്തുവാ, ഐ എം നോട്ട് ഇൻ ടൗൺ എന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു. ഓക്കെ, അപ്പം നിങ്ങളത് റെസ്പെക്റ്റ് ചെയ്യാതെ അവിടെയും നിങ്ങൾ തിരിച്ച് കുറ്റമായിട്ടാണ് പറയാൻ നോക്കുന്നത്. കൊള്ളാം. എന്തായാലും ഇവരെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്കൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു ബിഗ് ബോസിൽ പോയാലും ഇവരുടെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ഇവർ ആ ഒരു ഷോയിൽ പോകാൻ പോലും ഒട്ടും ഡിസേർവിങ് അല്ല. 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാവോന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ, എല്ലാവരും കടങ്ങൾ മേടിക്കാണ്ട് ആവശ്യങ്ങൾ വരുന്ന സമയത്ത് സുഹൃത്തുക്കളുടെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ പൈസ കടം ചോദിക്കുന്നത് അത് വിഷയമല്ല. പക്ഷേ അത് കറക്റ്റ് ടൈമിൽ നമ്മൾ തിരിച്ച് കൊടുക്കാതിരി വരുമ്പോഴത്തേക്കാണ് പിന്നെ കുറേ ഇഷ്യൂസൊക്കെ വരുന്നത്. ഒരു കൈ കൊടുക്കുന്നത് മറ്റൊരു കൈ അറിയരുതെന്നാണ് പറയുന്നത്, ഇല്ലേ? ഇവർ കൊടുത്ത് ആ പൈസയും തിരിച്ച് കിട്ടിയിട്ട് പിന്നെ ഇവർ വന്നിരുന്ന് വിളിച്ചു പറയാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. നിങ്ങൾ ആദ്യമേ കൊടുക്കാനുള്ള ആൾക്കാർക്ക് കൊടുത്ത് തീർക്കാൻ നോക്കുക. നിങ്ങളൊരു പാവപ്പെട്ട ഒരു മനുഷ്യനെ പറ്റിച്ച് എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ കളിപ്പിച്ചെടുത്തത്, ആ കാശ് നിങ്ങൾ ആദ്യം തിരിച്ച് സെറ്റിൽ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് വിളിച്ച് പറ. അത് മാത്രമല്ല, ഇനി ഒരു മനുഷ്യർ പോലും ഇവരുടെ ഒന്നും കയ്യിൽ നിന്ന് ഒരു 5 പൈസ മേടിക്കാൻ നിൽക്കരുത് കേട്ടോ. ഈ സ്ത്രീ വന്നിരുന്ന് പബ്ലിക്കായിട്ട് നിങ്ങളെല്ലാവരെയും അപമാനിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ സാവിത്രി ബാർ ഹോട്ടലിലാണ് പിന്നീട് ഇവർ താമസിക്കുന്നത്, പിറ്റേ സ്കെഡ്യൂള് താമസിക്കുന്നത്. ഞാൻ അവിടെ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അവിടെയും വെളുപ്പിനെ 4 മണി 5 മണി ആയ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് അവിടെ വരികയും ഇതേ ID പ്രൂഫ് ചോദിക്കുകയും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയും. ഇതേ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെയും CCTV ഫൂട്ടേജസ് ഉണ്ട്. മനസ്സിലാക്കുന്നത് ഈ ഡിസംബറിൽ ഞാൻ ഈ CCTV ഫൂട്ടേജും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്?
അവർ തമ്മിൽ ഇനിയിപ്പം ഇഷ്ടമോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയ ഈ ഡിവോഴ്സ് ആവുന്നെന്നുള്ള രീതിയിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൺ ദ സ്പോട്ടിൽ ആ ഒരു പോസ്റ്റ് മുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയം വേണമെങ്കിൽ അൻസിബയ്ക്ക് പബ്ലിക്കിന് മുന്നിൽ വിളിച്ച് പറയാമായിരുന്നല്ലോ, അത് പറഞ്ഞ് നിങ്ങളെ കളിയാക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട് ഇതെല്ലാം പറഞ്ഞ് നിങ്ങളെ എടുത്തിട്ട് പാരായിരുന്നല്ലോ. പക്ഷെ ആരും ചെയ്യാത്ത എന്താ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ആ ഒരു പെൺകുട്ടി അപ്പോൾ ഇത്രയും നാൾ ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഗതികെട്ടായിരിക്കും ആ ഒരു കുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത്. ഈ എമൗണ്ട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്തുനിന്ന് സെപ്റ്റംബറിൽ വാങ്ങിച്ചതല്ലേ, ഡിസംബർ വരെ എനിക്ക് പൈസ തന്നിട്ടില്ലല്ലോ. എനിക്ക് കാശിന് ആവശ്യം വന്നൊരു സമയത്ത് ഞാൻ പൈസ തിരിച്ചു ചോദിച്ചു. ആ കുട്ടി അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് തിരിച്ചു തരുകയും ചെയ്തു കേട്ടോ. എന്റെ അടുത്ത് രേഖയുണ്ട്, തന്നതിന് തെളിവുണ്ട്. അപ്പോ ഞാൻ ഈ കാശ് ചോദിച്ചത് ഇവൾക്കൊരു വിഷമമായി കണ്ടേക്കാം. പിന്നെ ടിനിച്ചേട്ടൻ കാശ് തിരിച്ചു ചോദിക്കുന്ന എന്തിനാ വിഷമം? മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അത് വിഷമപ്പെടേണ്ട ആവശ്യമൊന്നും ഒരു മനുഷ്യർക്കും ഇല്ല. ഇനി അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാണ്. എന്തൊരു പൂളത്തരമാണോ നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ കുറച്ച് വിവരം കെട്ട ആൾക്കാർ വിശ്വസിക്കുമായിരിക്കും. ഒരു ദിവസം എന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതാണ് ടിനിച്ചേട്ടനോട് ഈ വൈരാഗ്യം വരാൻ കാരണം. ടിനിച്ചേട്ടൻ എന്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി അവിടെ ഈ കന്യാകുമാരി പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം അൻസിബയ്ക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ചേട്ടാ, എനിക്ക് എന്റെ അങ്ങനെ സംഭവമേ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ടിനിച്ചേട്ടൻ ഉടനെ പറഞ്ഞു, ഓ ലക്ഷ്മിയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ അടയും ചക്കരയല്ലേ, നിങ്ങൾ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടിനിറ്റോ അടുത്ത കള്ളൻ. ടിനിറ്റോ ആരാണെന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. അവൻ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കി നാട്ടിലുള്ള സ്ത്രീകളെ വായി തോന്നിയാസം പറയാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ടിനിറ്റോ. അതെല്ലാവർക്കും മനസ്സിലായതാണ്. ടിനിറ്റോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറിയിട്ട് കണ്ടില്ലേ അവിടെ എന്താണ് പ്രശ്നം നടന്നത്, അവിടെ എന്താണ് സംഭവിച്ചത്. ഇവർ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന നുണ പറച്ചിൽ അല്ല, വേറെ ഒന്നുമല്ല. രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൻസിബയെ പറ്റിയിട്ട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൻസിബയ്ക്ക് ഇത് ഓൾറെഡി ഇവരുടെയൊക്കെ ക്യാരക്ടർ മനസ്സിലാക്കിയതിന് ശേഷമാണ് പുള്ളിക്കാരത്തി തിരിഞ്ഞത്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. അപ്പം ഞാൻ അതിനെ അങ്ങനെ, അത് അവരുടെ സ്വകാര്യമായ കാര്യമാണ്. അതിൽ എനിക്ക് എന്താണ്? അവർ കന്യാകുമാരി പോയാൽ എനിക്ക് എന്താ, പോയില്ലെങ്കിൽ എനിക്ക് എന്താ? അതിൽ ഏറ്റവും രസകരമായ സംഗതി എന്ന് വെച്ചാൽ അന്ന് ഇവര് 3 ദിവസം ഒറ്റയ്ക്ക് റൂമിൽ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞപ്പം എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചില്ലറ എല്ലാം കൂടെ പെറുക്കി 3000 രൂപയോളം ഞാൻ ആ കൊച്ചിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ലല്ലോ ഇദ്ദേഹം വരുമെന്നും ഇവര് കന്യാകുമാരി പോകുന്നൊന്നും എനിക്കറിയില്ല. 3000 രൂപയും കൊടുത്തിട്ട് 1000 രൂപ കൊടുത്തിട്ട് വിളിച്ചു പറയുന്ന ഒന്നും പറയുന്നില്ല. ഇവർക്കങ്ങ് ഇത്രയും അങ്ങ് എന്തോ പറയണ്ട, അങ്ങ് വിശാല മനസ്കതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ബാക്കിയുള്ള ഒരു പാവപ്പെട്ടൻ കുറേ നാളായിട്ട് കിടന്ന് കോടതി കയറി ഇറങ്ങുക. ചില്ലറഞ്ചിലോനം പൈസയൊന്നും അല്ല പറ്റിച്ചത്. പറ്റുമെങ്കിൽ ആ കാശൊക്കെ സെറ്റിൽ ചെയ്തിട്ട് വന്നിരുന്ന ഒരു ഉളുപ്പമില്ലാതെ ഇങ്ങനെ വന്ന് സംസാരിക്കും. അല്ല, നിങ്ങൾക്ക് ഈ കാശിനെ പറ്റി പറയാനൊന്നും ഒരു യോഗ്യതയില്ല. കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെയും വന്നിരുന്നിട്ട് അതും പറഞ്ഞിട്ട് അപമാനിക്കാൻ ശ്രമിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഭാഗ്യലക്ഷ്മി പ്രതികരിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. ലക്ഷ്മിപ്രിയ, കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കി എന്ന് പറയുന്ന മാതിരിയല്ല. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് യാതൊരു ബോധവും ഇല്ലാതെയാണ് ഈ സ്ത്രീ വന്നിരുന്നത് സംസാരിക്കുന്നത്. ഇവർ തന്നെയാണ് ഇവർക്ക് ഇത്രയും ഹെയ്റ്റ് മേടിച്ചു കൊടുത്തത്. ഈ ജനങ്ങൾ മുഴുവൻ ഇവരെ തെറി വിളിക്കാനൊരു റീസൺ ഇവർ തന്നെയാണ് കാരണം. അത് ഇതുവരെയും ഇവർക്കത് മനസ്സിലായിട്ടില്ല. ഇവരിത് റിയാലിറ്റിയിലോട്ടൊന്നും വന്നിട്ടില്ല. ഇവർ നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നിങ്ങളുടെ കമ്മിറ്റിയും അൻസിബയും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. പല 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 പ്രശ്നങ്ങളുണ്ടായി. അവർ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല, വളരെ നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞു. അവർക്ക് പറയാനുള്ളത് അവർ പുറം ലോകത്തോട് വന്ന് പറഞ്ഞു. ഈ പുറം ലോകത്ത് വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് അവർ രാജിവെച്ച്, അതായത് ആദ്യം അവർ രാജിവെക്കായിരുന്നല്ലോ, ആ രാജിവെച്ച് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് അവർ മോശമായിട്ട് ഒരു പരാമർശം നടത്തിയോ? വ്യക്തിപരമായി ഒരു വ്യക്തിഹത്യ നടത്തിയോ? ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് പറയാനുള്ളത് അവർ തെളിവ് സഹിതം ജനറൽ ബോഡിയുടെ മുമ്പാകെ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഉത്തരം മുട്ടി നിങ്ങൾ രാജിവെച്ച് പുറത്തു വന്നു. പുറത്തു വന്നതിന് ശേഷം ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെക്കുറിച്ച്
കുറേ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ. പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ, ജനറൽ ബോഡിയിൽ സംസാരിക്കാനായിട്ട്, അതായത് തെളിവ് സഹിതം എടുത്തു വെച്ച് അൻസിബ സംസാരിച്ചപ്പോൾ തിരിച്ച് മറുപടി പറയാൻ ഇല്ലാതെയാണ് ഇവരെല്ലാം രാജിവെച്ച് ഇറങ്ങേണ്ടി വന്നത്. എന്നിട്ട് സ്വന്തമായിട്ട് ജയിക്കാൻ വേണ്ടി വളരെ മോശമായിട്ടുള്ള രീതിയിൽ അൻസിബ ഇപ്പം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു നാണം കെട്ട ഒരു പ്രവൃത്തിയാണോ നിങ്ങൾ ചിന്തിക്കുക. അത് മാത്രമല്ല, എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അമ്മ അസോസിയേഷൻ, ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഇനിയും നാളെ വീണ്ടും ആരെങ്കിലും തിരഞ്ഞെടുക്കും, അവരും പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിരിക്കും, പിന്നെയും ഇനി അടുത്ത പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ അൻസിബ രാജിവെക്കുന്ന സമയത്ത് ഇവരാരെയും പറ്റിയിട്ട് പുള്ളിക്കാരത്തി ഒരു മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ല, മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇവരെല്ലാവരും കൂടി എന്തുവാ കാണിക്കുന്നത്? ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരാളെങ്കിലും ഈ ഒരു വിഷയത്തിൽ വന്ന് പ്രതികരിച്ചത് വളരെ നന്നായി. വേറെ ആരും പ്രതികരിക്കുന്നത് ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സെലിബ്രിറ്റീസ് എല്ലാം ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്നത്? പരസ്യമായിട്ട് വന്ന് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ പറ്റിയിട്ട് ഒരു സ്ത്രീ വന്ന് ഇത്രത്തോളം അങ്ങ് ആക്ഷേപം പറയേണ്ട ആവശ്യമുണ്ട്? അത് മാത്രമല്ല, അൻസിബയുടെ പേഴ്സണൽ കാര്യത്തിൽ തലയിടാൻ ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത്? ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അൻസിബ മദ്യപിക്കോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അത് അൻസിബയുടെ സ്വകാര്യ കാര്യം. അതും നിങ്ങളുടെ AMMA എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം? അതാണോ നിങ്ങളുടെ പ്രശ്നം? അൻസിബ മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത് ലക്ഷ്മിപ്രിയ? അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസ്യയാകുന്നത്? പ്ലീസ് ദയവേത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. നിങ്ങൾക്ക് അൻസിബയുടെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി മുഖാന്തരം സംസാരിക്കൂ. തെളിവെല്ലാം കയ്യിലുണ്ടെങ്കിൽ കോടതി വഴി സംസാരിക്കൂ. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു കഥകൾ ഇറക്കി വിടരുത്. ഉള്ളതോ ഇല്ല സത്യം, ഉള്ളതും ഇല്ലാത്തതുമായിട്ടും അനാവശ്യമായിട്ട് ഓരോ കഥകൾ ഇറക്കി വിടുക എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോവുക, നിങ്ങൾ കേസ് കൊടുക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇതിപ്പോൾ നേരം വെളുത്തു കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. വന്നിരുന്ന അനാവശ്യം, അതായത് വായി തോന്നുന്ന തോന്നിവാസങ്ങളാണ് ഇതിനകത്ത് വന്നിരുന്ന് വിളിച്ച് പറയുന്നത്. ഇവരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഇവരെയൊക്കെ പുറത്താക്കണം. ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെ കുറിച്ച് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോൾ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അത്തരം കുലസ്ത്രീ പരിവേഷമൊക്കെ എന്നേ കടന്ന് സ്ത്രീകൾ ഒരുപാട് മുൻപോട്ട് വന്നു. ലക്ഷ്മിപ്രിയ ദയവീത് അത് മനസ്സിലാക്കൂ. അതുകൊണ്ട് അൻസിബയോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒരു അഭിമുഖത്തിൽ കൂടെയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയോ നിങ്ങൾ സംസാരിക്കൂ. അല്ലാതെ അതാണ് അതിൻ്റെ ഒരു മാന്യത. പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യം കണ്ടില്ല, ഇപ്പോൾ ഈ ഭാഗ്യലക്ഷ്മിയുടെ മിക്ക സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ടും വലിയ യോജിപ്പില്ലെങ്കിലും പക്ഷേ ഈ വിഷയത്തിൽ പുള്ളിക്കാരത്തി പറഞ്ഞത് 100% കറക്റ്റാണ്. നിങ്ങൾക്ക് അൻസിബ എടുത്ത് വേറെ എന്തെങ്കിലും പറയണമെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മ സംഘടനയെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ നിങ്ങൾ അങ്ങനെ തീർക്കുക. ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് കാര്യം പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതി വഴി പോകാം. നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തിനായുണ്ടെങ്കിൽ നീതി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് പോവാം. പക്ഷെ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് വന്നിരുന്ന ഇല്ലാത്ത തോന്നിവാസ കഥകളൊക്കെ ഇങ്ങനെ വന്ന് പറയുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മകളില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു കുട്ടിയെ പറ്റി ആരെങ്കിലും ഇങ്ങനെയൊക്കെ വന്ന് മോശമായിട്ട് സംസാരിച്ച് നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ അൻസിബയ്ക്കും പേരൻസ് ഇല്ലേ? ഭയങ്കര മോശപ്പെട്ടൊരു പ്രവൃത്തിയല്ലേ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.